ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഊട്ടിയിലെ 2ാം ദിവസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു 2ാമത്തെ ദിവസത്തെ വ്ളോഗ് അടുത്തതിലെന്ന്. അപ്പം 2ാമത്തെ ദിവസം ഞങ്ങൾ എല്ലാ സ്ഥലവും കറങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ ഹോട്ടൽ സ്റ്റേർലിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഒരു നല്ല അറ്റ്മോസ്ഫിയറും അതുപോലെ ഹിൽ ടോപ്പാണ്. ഭയങ്കര തണുപ്പാണ്. എന്ത് തണുപ്പ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള തണുപ്പ്. അതുപോലെ ഒരു അടിപൊളി ഹോട്ടൽ, ഒന്നും പറയാനില്ല. കാരണം വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഉണ്ടാവും, കാരണം ഫസ്റ്റാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം കയറി വരുമ്പം ഏകദേശം അത് ഫസ്റ്റ് തന്നെ കാണുമ്പോഴും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫേസിലൂടെ നിങ്ങൾക്ക് വ്യക്തമാവും കേട്ടോ. കാരണം ഹോട്ടലുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുക്ക് ചെയ്യുന്നത് അതത്രയും നല്ല ഹോട്ടലാവണമെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നതാണ്. അപ്പം ഞങ്ങളും തികച്ചും വ്യത്യസ്തമല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ ചിന്തയുണ്ടായിരുന്നത്. എത്തിയ ഉടനെ തന്നെ നമ്മൾക്ക് നല്ലൊരു ഡ്രിങ്കാണ് തന്നത് കേട്ടോ. അത് കോഫിയാണോ ഇനി അതിലെന്താണ് ആഡ് ചെയ്തതെന്ന് അറിയില്ല. നല്ലൊരു സ്വീറ്റ് ഡ്രിങ്കാണ്. ആക്ച്വലി അത് കോഫിയാണ്, പക്ഷേ അതിൽ ഒരു വ്യത്യസ്തതയുണ്ട് ആ ഡ്രിങ്കിന്. പിന്നെ ഒരു ശർക്കരയൊക്കെ ഇട്ടതുപോലത്തേതാണ്. അതേപോലെ നല്ല വൈഡായിട്ടുള്ള നല്ല സ്പേഷ്യസ്, പിന്നെ ഹോട്ടലുകളെ കുറിച്ചിട്ടൊന്നും പറയണ്ടല്ലോ. ഒരുപാട് ഇഷ്ടമായ ഒരു ഹോട്ടൽ, നല്ല തണുപ്പും നല്ല അറ്റ്മോസ്ഫിയറും. ഇതാ കണ്ടോ, അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഹോട്ടലിൽ നിന്നുള്ള സൈറ്റാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾക്ക് മൊത്തമായിട്ട് ഊട്ടി ഇങ്ങനെ വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അടുത്തടുത്ത് ബിൽഡിങ്ങുകളും പച്ചപ്പും സഹിക്കാൻ പറ്റാത്ത തണുപ്പും എല്ലാം കൊണ്ടും ഒരുപാട് ഇഷ്ടമായ ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ ഇത്. ശരിക്ക് വന്ന് കയറിയ ഉടനെ തന്നെ ജസ്റ്റ് ഇവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. ഓക്കെ, എന്ത് മനോഹരമായിരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാത്രി ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോകും. അതായിരുന്നു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ നമ്മൾക്കൊരു നല്ലൊരു ഹോട്ടൽ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും. ആദ്യം തന്നെ ചേച്ചിയുടെ റൂമാണ് കേട്ടോ. ചേച്ചിയാണ് ആദ്യം റൂമിലേക്ക് കയറിയത്. അപ്പം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടില്ലേ, നല്ല റൂമാണ്, നല്ല സൈറ്റും കാര്യങ്ങളൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. അടുത്തത് ഞങ്ങളുടെ റൂമാണ്. സെയിം റൂമാണ്, പക്ഷേ ഇച്ചിരി കൂടി എനിക്ക് തോന്നുന്നു പുറത്തേക്കുള്ള വ്യൂ കൂടുതൽ ഇവിടെ ഉണ്ടോ എന്നൊരു സംശയം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് വേറൊരു വ്യൂ ആണ്. ഇവിടെ നമ്മൾ താഴ്ന്ന് കണ്ടതുപോലെ നല്ല വൈഡായിട്ടുള്ള നമ്മൾ ഊട്ടി മൊത്തം കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഒരു ഈവനിങ്ങിലായിരുന്നു ഞങ്ങൾ എത്തിയത്.
പിന്നെ മോള് പതിവ് പോലെ തന്നെ ഹോട്ടലിൽ കയറേ വേണ്ടുള്ളൂ. അവൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാറില്ല. എല്ലാ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകണു, ഒന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഒരു മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന ഒരു ഹോട്ടലായിരിക്കും ഹോട്ടൽ സ്റ്റേർലിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതെടുത്തതും ഇത് മാത്രമായിട്ടൊരു വ്ളോഗ് ഇടുന്നതും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല മഞ്ഞ് നിറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സമയമായപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നു എന്ന് മാത്രം, എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. കാരണം 4 സ്റ്റാർ ഹോട്ടലാണ്, അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഇതൊക്കെ തന്നെയാണെന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഏതായാലും വ്ളോഗ് എടുക്കുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് വരുന്ന വഴി, റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതാ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്നൊന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ട ഡിന്നർ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഫുൾ മഞ്ഞ് നിറഞ്ഞു. അപ്പം എന്താ പറയുക, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നും കാണാത്ത വിധത്തിലായി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ മൂടിപ്പോയി മഞ്ഞുകൊണ്ട്. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. അപ്പോൾ ഏതായാലും അവിടെ നിൽക്കുന്ന സമയത്ത് തീറ്റ തന്നെ ആയിരുന്നു മെയിൻ. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മെനുവും ഒട്ടും മോശമായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ഒരുപാട് ഇഷ്ടമായി. റെസ്റ്റോറൻ്റൊക്കെ നല്ല വൈഡായിട്ടുള്ള, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ വിധത്തിലും കേട്ടോ. ഈ ഹോട്ടൽ എല്ലാ വിധത്തിലും ഇഷ്ടാവുന്ന രീതിയിലാണ്. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ 11:30 കൂടിയിട്ട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം പോകുമ്പോഴും മനസ്സിൽ ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം എന്ന ഒരാഗ്രഹമായിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫുഡാണെങ്കിലും താമസമാണെങ്കിലും ഓൾ ഫെസിലിറ്റീസ് നല്ല എന്താ പറയുക, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഊട്ടി ട്രിപ്പ് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. അത് ഇനിയും നമ്മൾക്ക് പിന്നീട് വരികയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങളും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ തന്നെ ചൂസ് ചെയ്തോളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പം അടുത്ത ഒരു വ്ളോഗുമായിട്ട് അടുത്ത് തന്നെ കാണാം. ഓക്കെ, ബൈ.